ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ഞങ്ങൾ പുറത്തു പോകാൻ നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് മുന്നായിട്ടാണ് കേട്ടോ റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വീക്കെൻഡ് ദിവസമാണ്. എല്ലാ വീക്കെൻഡിലും ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാറുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇക്കാൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നമ്മൾ അത് പ്രമാണിച്ച് പുറത്തു പോകുന്നല്ല, എല്ലാ വീക്കെൻഡിലും ഒരു പർച്ചേസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ട്. കുഞ്ഞോനെ കാണണം, ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം. കാരണം നമ്മൾ മോനെ കൊണ്ട് പുറത്തു പോകുന്നതല്ലേ. എല്ലാ സമയമൊന്നും നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചില പ്ലാനിങ്ങുകളൊക്കെ വഴിക്ക് വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ ഓരോ ദിവസത്തെ ലിസ്റ്റിലും കയറി വരാറുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ മോനെ ബേബി ചെയറിൽ എടുത്തിട്ടാണ് കൊണ്ടുവരുള്ളത്. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ബേബി ചെയറിലൊക്കെ ഇരിക്കണത് ഭയങ്കര ഹാപ്പിയാണ് ആൾ അതിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ചെയറിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും കേട്ടോ. നമുക്ക് എത്ര ഉമ്മ വേണമെങ്കിലും തരും, ബായ് പറയും. കാറ്റടിക്കണ്ടോ? ഞാൻ അവരെ വണ്ടിയിലിരുത്തിയതിന് ശേഷം വില്ലേൻ്റെ ബാക്കിലൂടെ ഒരു ഗേറ്റും കൂടെ ഉണ്ട്. ബാക്കിലല്ല, ഈ സെയിം സൈഡിൽ തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലൂടെ പോയിട്ട് വേസ്റ്റ് കളയാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്കിനും ഉപ്പയും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാ? എവിടെയുണ്ട് കുട്ടി? ഹായ് 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 ഹായ്. എവിടെ പോവാ? കാറിൽ കയറിയ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ബിസിയാണ് കേട്ടോ. ഓൻ അറിയുന്ന കാര്യങ്ങളൊക്കെ റൈംസൊക്കെ ചൊല്ലിയിട്ടും അതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തിരക്കാവും. കാരണം വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം തുടങ്ങിയിട്ട് കോക്കോമലൻ്റെ ദ വീൽസ് ഓൺ ദ ബസ്കോ അതിലെ കാര്യങ്ങളും പിന്നെ മിസ് റേഷൽ എന്ന് പറഞ്ഞ ലേഡി ഉണ്ട്, അവരുടെ യൂട്യൂബ് ചാനലിൽ കുറേ സാധനങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണ്. Yes, yes. The babies on the bus go wee 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 wee. The mommies on the bus go. Mommies എങ്ങനെ? അതെ, അതൊക്കെ അതുകൂടി. And round, round and round. The peoples on the bus go up and down. Okay. Up and down. Babies on the bus go wee wee wee. എങ്ങനെ? Babies on the bus go. പറയേ. Babies on the bus go wee wee wee. എങ്ങനെ? Babies എങ്ങനെ അമ്പോ? Babies എങ്ങനെയെന്ന് പറയേ? Up and down എല്ലാവരും ഊത്തപ്പ. On the bus go I love you. പോലെ I love you എന്ന് പറഞ്ഞ ബൈ പറ. ഓക്കെ ബൈ. അപ്പൊ കൊടുക്ക്. ഓക്കെ, പിന്നെന്താ അറിയാ? നോ 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 പറ. എങ്ങനെ? നോ 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 പറ. നോ നോ നോ. ഞങ്ങൾ നേരെ പോണത് ഷാബിയയിലോട്ടാണ് കേട്ടോ. ആദ്യം കുഞ്ഞോനെ പോയി കാണണം, പിന്നെ നല്ലൊരു ബിരിയാണി കഴിക്കണം, ഇതൊക്കെയാണ് പ്ലാന്. പക്ഷേ സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 4 മണിയായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും 4-5 മണിയൊക്കെ ആവാൻ സമയത്താണ് ഞങ്ങൾ പോണത്. സത്യത്തിൽ ഒരു ചായ കിട്ടേണ്ട സമയമാണ് കേട്ടോ. പക്ഷേ കുറേ ദിവസമായി ഒരു ബിരിയാണി കഴിക്കണം എന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുമില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഡോറ് തുറന്ന് ഇറങ്ങി ഇപ്പുറത്ത് വരുന്നവർ വെയിറ്റ് ചെയ്യും കേട്ടോ. പക്ഷേ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ ആൾ ഫുൾ അലമ്പാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഞാനും അത് ഉള്ളിൽ ഇരുന്നിട്ട് ഇക്ക പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കരച്ചിലാണ്. ഓൻ അതിൻ്റെ ഒരു ലോക്ക് തുറക്കണ ഭാഗം കാണിച്ചു തന്നിട്ട് പറയും ഇത് തുറക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കും. അപ്പം ഞങ്ങളിതാ ഷാബിയയിലുള്ള കഞ്ഞിക്കടയിലോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫ്രഷ് പാലസ് കഞ്ഞിക്കട ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഏത് സമയത്ത് വന്നാലും കഞ്ഞിയും പയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ബിരിയാണി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും
ആ ഒരു പ്രതീക്ഷ തെറ്റിയില്ല. നമ്മളവിടെ ചെന്നപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഫുഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും അവന് ഉള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചിട്ടില്ല അവന്. പക്ഷേ അവൻ്റെ ഫേസിലൊക്കെ ഒന്ന് ടച്ച് ആയപ്പോഴത്തേക്കിനും അത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതിലെന്തോ സാധനങ്ങൾ സോയ സോസ് അങ്ങനെ എന്തോ അവന് അലർജി ആയതാണ്. അവൻ്റെ കണ്ണും ചുണ്ടും മുഖമൊക്കെ വീങ്ങി വന്നിട്ട് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വയസ്സൊക്കെ ആയ സമയത്താണ്. അതിൻ്റെ അനിയത്തി നാട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലും ഇവനെ ബേബി ചെയറിൽ തന്നെ ഇരുത്തി ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കണോണ്ട് തന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൽ ഇരിക്കാൻ അവന് വലിയ മടിയൊന്നുമില്ല കേട്ടോ. ചില സമയത്തൊന്നും ഇങ്ങനെ വാശി പിടിക്കുമെങ്കിലും മിക്ക സമയത്തും അവൻ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് സാലഡിലെ വെജിറ്റബിൾസ് ആണ് എന്തെങ്കിലും കൊടുത്താൽ മതി. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവന് എന്തെങ്കിലും ചെറിയൊരു സാധനം തൊണ്ടയിലൊന്ന് തടഞ്ഞു എന്ന് തോന്നിയാൽ മതി, അപ്പം തന്നെ ഓക്കാനിക്കാൻ തുടങ്ങും. അപ്പോൾ ബിരിയാണി ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ആൾക്കും സാധനം വേണം. ഒപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഇക്ക ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളടുത്ത് ഇങ്ങനെ ബേബി ചെയറിൽ ഒന്ന് ഇരുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മുന്നിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ 2 പറ്റി ബിരിയാണി ഇട്ട് കൊടുത്താൽ കേട്ടോ. ആശാന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കൊടുക്കുമ്പോഴും എനിക്ക് ടെൻഷനൊക്കെ ഉണ്ട്. ബിരിയാണി നമ്മൾക്കൊക്കെ ഓക്കെ ആണെങ്കിലും ഞാൻ അതിൽ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡല്ലേ, എന്തെങ്കിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. എങ്ങനെ പോയാലും കുറച്ചെങ്കിലും കജിനാമോട്ടോ ഒന്നും ആഡ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതൊന്നും ഓന് ഓക്കെ ആണോ, ഇനി അലർജി വരുമോ എന്നുള്ള പേടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഓക്കാനിക്കണ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ഓക്കാനിക്കണ പോലെ കാണിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും അവൻ്റെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയുള്ളൂ. ഞാൻ എവിടെ പോകുമ്പോഴും ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവൻ്റെ വയറിറച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യം നോക്കലുള്ളൂ. അങ്ങനെ ബിരിയാണിയൊക്കെ നല്ലതായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം കഴിച്ചത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാൻ്റെ കാറിൻ്റെ സർവീസ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ പാട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനനുസരിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് മുന്നിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്ക ഇതിന് വേണ്ടി പോയിട്ട് ഓയിൽ സർവീസിന് വേണ്ടി പോയി. കാരണം നമ്മളവിടെ ചെന്ന് എന്താണെങ്കിലും 1.5 മണിക്കൂർ പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുഞ്ഞോനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് അതൊരു മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഫോൺ റൂമിൽ വെച്ച് മറന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ആ ഒരു കാർ സർവീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു നെസ്റ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡയപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാകുമ്പോൾ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ ബീബം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അത് ചെറിയ പാമ്പേഴ്സാണ്, കപ്പാസിറ്റി ഒക്കെ കുറവാണ്. പക്ഷേ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അത് യൂസ് ചെയ്യാൻ. കാരണം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അപ്പിയിടും. അതുപോലെ തന്നെ ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ 5 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഡയപ്പർ മാറ്റുമ്പോൾ ചിലപ്പോൾ പാമ്പേഴ്സ് അങ്ങനത്തെ കമ്പനികളൊക്കെ എടുക്കുമ്പോൾ അത് ഫില്ലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കത് മാറ്റാൻ തോന്നില്ല. അപ്പോൾ കൂടുതൽ സമയം അവന് പാമ്പേഴ്സിൽ ഇങ്ങനെ ഡയപ്പറിൽ തന്നെ ഇരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് മാറ്റാതെ. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഡയപ്പറിൻ്റെ ഒരു ഏരിയയിലോട്ടാണ്. ഇവന് ഭയങ്കര ഇഷ്ടമായിട്ടോ പർച്ചേസ് ചെയ്യാൻ വരുന്നതൊക്കെ. അതിലങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ കൊടുക്കണം. ഓനാണ് കൊട്ടയിലോട്ട് ഇടുന്നത്. അങ്ങനെ ചെയ്യാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറക്കുട്ടിയാണ്. പിന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓനോട് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഓൻ കച്ചറ കൂടും. കാരണം ഓനക്ക് ഇതൊക്കെ ഓടി നടന്ന് ഓരോരോ സാധനങ്ങൾ പെറുക്കിയെടുത്ത് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒതുങ്ങിയിരുന്നിട്ടുള്ള പർച്ചേസിങ് കുറച്ച് കാലമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ അലമ്പാവുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പാമ്പേഴ്സിൻ്റെ ഏരിയയിൽ നടക്കുകയാണ്. ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ ഓഫറുള്ള സാധനങ്ങൾ വേറൊരു സൈഡിൽ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കലാണ്. ബേബി കൂള് ഇവിടെ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാന്ന് തോന്നുന്നുണ്ട്, ഇവരുടെയാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ബാക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ബേബി കൂൾ വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കില്ല. അതിൻ്റെ ഡയപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ഒരു സൈഡ് കാലുമ്പോൾ തട്ടിയിട്ട് അവിടെ അങ്ങനെ സ്കിന്ന് റിമൂവ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങലില്ല. സംഭവം പ്രൈസൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസ് തന്നെയാണ് അതിന്. അപ്പോൾ ഞാൻ പാമ്പേഴ്സ് എടുക്കണോ അതോ വേറെ ഏതെങ്കിലും ബ്രാൻഡ് എടുക്കണോ, എല്ലാത്തിൻ്റെയും പ്രൈസും അതിൻ്റെ എണ്ണമൊക്കെ വെച്ചിട്ട് ഹരിച്ചും ഗുണിച്ചും ഏതാണ് ലാഭം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനാണെങ്കിൽ നല്ല ക്ഷമയോടെ നോക്കിയിരിക്കുന്നുണ്ട്. കാരണം ഓൻ ഈ ആൾക്കാരെ വായി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെടുന്ന ബ്രാൻഡിൽ, അതായത് ബീബത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇവൻ്റെ സൈസ് എപ്പോഴും ഉണ്ടാവില്ല. ഇവൻ്റെ സൈസ് 4 ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. 11 kg വരെ ഉള്ളതാണ് സൈസ് 4. സത്യത്തിൽ നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റിനേക്കാളും കുറച്ച് കൂടുതൽ ഉള്ളത് എടുക്കണം എന്നാണ് പറയുക. അതായത് ഇവനിപ്പോൾ ശരിക്കും സൈസ് 5 പക്ഷേ അതിൻ്റെ ഒരു അതിന് മാത്രമുള്ള ബാക്ക് ഇവനില്ല. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ പാമ്പേഴ്സ് ബീബൊക്കെ എടുത്തു, പിന്നെ കുറച്ച് ടിഷ്യൂ കാര്യങ്ങളൊക്കെ എടുത്തു. അതായത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ കുറച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. ഒന്നാമത്തെ ശംഹയിൽ ഇങ്ങനത്തെ ഏരിയകളൊന്നും ഒന്നുമില്ല. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ അതുകൊണ്ട് ഫുഡ് കഴിക്കലൊക്കെ ചെയ്തു കേട്ടോ. അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുഞ്ഞോനെയും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അബുദാബിക്ക് വിട്ടു. അബുദാബി സിറ്റിയിൽ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇക്കാക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു
ഫ്രണ്ടാണ് കേട്ടോ. ആളെ എപ്പോഴും കാണാൻ വേണ്ടി പോകാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടി അവർ തമ്മിൽ മീറ്റിങ്ങും പിന്നെ എപ്പോഴും ഫോൺ ചെയ്യും അങ്ങനെയൊക്കെയാണ്. ഇതിന് മുന്നത്തെ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരാളാട്ടോ. അപ്പോൾ അവർ വരാൻ കുറച്ച് ഡിലേ ആയി. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളവിടെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുകയാണ്. അതുപോലെ കാറുകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഇത്ര സ്പീഡിൽ ഇങ്ങനെ വേഗം വേഗം വണ്ടികൾ പോലെ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആളുടെ ആവശ്യം ആ റോഡിൻ്റെ നടുക്കിലൂടെ ഇറങ്ങി ഓടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇക്ക അങ്ങനെ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അവനെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിന്നെ പിടിച്ച് കുറച്ച് സമയമൊക്കെ നടക്കുമ്പോൾ അവനിങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് നമ്മുടെ കൈ വിട്ടിട്ട് ഒറ്റ ഓട്ടം കൂടും. അങ്ങനെയാണ് കണ്ടോ, ആൾ ഫുള്ള് റോട്ടിലോട്ട് തന്നെയാണ് കോൺസെൻട്രേഷൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ആ കൂടെയൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ നടന്ന് കുറേ സമയമൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് കേക്ക് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഞാൻ പുറത്ത് പോകാത്തത് കൊണ്ടും എനിക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പിന്നെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരെ കണ്ടു. അതിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞപ്പോൾ ഇക്കാൻ അവരൊക്കെ വിഷ് ചെയ്തു. ഇക്കാക്ക് നല്ലൊരു സ്പ്രേ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ശരിക്കും സർപ്രൈസ്ഡായിപ്പോയി. ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അവർ ഇത് ബർത്ത്ഡേ ഓർത്ത് വെച്ച് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുള്ളതെന്ന്. സത്യത്തിൽ അവർക്ക് ഞങ്ങൾ വന്ന് ഞാൻ പറയുന്നത് വരെ അറിയില്ല എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 1:30 ആയപ്പോൾ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സാധനങ്ങൾ കുറേ കേടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. മിൽക്കും കേടും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യോഗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അതൊന്നും കേടായിട്ടുണ്ടായിരുന്നില്ല. ഞാനൊക്കെ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് AC ഉണ്ടല്ലോ, തണുപ്പുണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ സാധനങ്ങൾ ഇതൊക്കെ പെറുക്കി വെക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ കേക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രം ഞാൻ എടുത്തു വെക്കാൻ എന്തോ കാരണവശാൽ മറന്നുപോയി. പിന്നെ എനിക്ക് മൂത്രം വയ്ക്കാൻ മുട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വരുന്ന സമയത്ത് ആദ്യം ഉറങ്ങിയത് കാരണം അഡ്നോക്കിലൊന്നും ഞാൻ പിന്നെ കയറിയതുമില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ പെട്ടെന്ന് ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വേഗം ഒന്ന് അവിടേക്ക് ഇവിടെ ഒതുക്കി വെച്ചിട്ട് ബാത്റൂമിൽ പോയി കേക്ക് എടുത്ത് വെക്കാൻ ഞാൻ എൻ്റെ കെട്ടിനോട് പറഞ്ഞതായിരുന്നു. പക്ഷേ മൂപ്പരും എന്തോ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ആദ്യം അതിൻ്റെ മണ്ടയിൽ ചവിട്ടിയതാണോ കയറി ഇരുന്നതാണോ അതോ കവറെടുത്ത് മിന്നിയതാണോ എന്നറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേക്ക്. ക്രീം മൊത്തം അതിൻ്റെ ബോക്സിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ബ്രെഡ് ഭാഗം മാത്രമേ കിട്ടിയത്, അതായത് ആ ഒരു കേക്ക് മാത്രമേ കിട്ടിയിരുന്നു. എന്താണെങ്കിലും അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പപ്പ. പറഞ്ഞ പപ്പ. പപ്പക്ക് കൊടുത്തൊരു കുട്ടി. പപ്പക്ക് കൊടുക്കേ, പപ്പക്ക്. ഗുഡ് ബൈ.